പരിപാടി ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഫോട്ടോഷോപ്പിൽ ചെയ്ത ഒരു ഡിസൈനിങ്ങിനെ നമ്മൾ മോഷൻ ഡിസൈനിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെറിയ ചെറിയ മോഷൻ ആഡ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ ചെറിയൊരു മോഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീമിയറിലിട്ടിട്ടാണ്. സോ പ്രീമിയറിലോട്ട് ഇതെങ്ങനെ കൊണ്ടുപോകുന്നു, അവിടെ എത്തി എങ്ങനെ നമ്മൾ ഇത് ചെറിയൊരു മോഷൻ ആഡാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്ത ഒരു ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഓരോന്നും ഓരോ ലെയറാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ പ്രീമിയറിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ പ്രീമിയർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പ്രീമിയറിൻ്റെ നെയിം കൊടുക്കാം. മോഷൻ ആഡ് ബ്ലോഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീമിയർ ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ഇതിലോട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ട് ഫയൽ ഇമ്പോർട്ട്. എവിടെയാണോ ഫോട്ടോഷോപ്പ് ഫയലുള്ള ആ ഫോട്ടോഷോപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ലെയർ ഫയൽ എന്നുള്ളൊരു സംഭവം ഓപ്ഷൻ കാണിക്കും. സോ ഇതിൽ മെർജ് ആൾ ലെയേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ നമ്മൾ ഒരിക്കലും മെർജ് ആൾ ലെയേഴ്സ് കൊടുക്കരുത്. നമുക്ക് സെപ്പറേറ്റ് ആണ്, ഇൻഡിവിജ്വലായിട്ട് കിട്ടിയാലാണ് മാത്രമാണ് നമ്മൾക്കത് അനിമേഷൻ ചെയ്യിക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു മോഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. സോ നമ്മൾ സീക്വൻസ് ആയിട്ട് വേണം അത് ഓക്കെ കൊടുക്കാൻ. ജസ്റ്റ് സീക്വൻസ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോട്ടോഷോപ്പ് ഫയൽ വന്നിട്ട് ഒരു ഫോൾഡറായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഫുള്ളായിട്ട് ഓരോ ലെയറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഏറ്റവും എൻഡിൽ ഇതെല്ലാം കൂട്ടി ചേർത്തിട്ടൊരു ഒറ്റ ലെയറായിട്ട് കാണിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറിൽ നമുക്ക് ആ സാധനം ഫയൽ നമ്മുടെ ടൈം ലൈനിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് എന്നാണ് പറയുക ഇതിന്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫയലും അതിൻ്റേതായ ഓർഡറിൽ ഓരോ ലെയറായിട്ട്, അതായത് ഓരോ ലെയറായിട്ടും ഇതിനകത്ത് കിടക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ മാറ്റിയ എനേബിൾ കൊടുത്താൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേട്ടോ, സോ നമുക്കിപ്പോൾ ഇത് ചലിപ്പിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം മാത്രമേ നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. സോ എനിക്ക് ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് കാർഡാണ്. ഓക്കെ, വിസിറ്റിംഗ് കാർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിറ്റിംഗ് കാർഡ് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിന് കൊടുക്കുന്നതിന് അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കേഴ്സർ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഇവിടെ പൊസിഷൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് ജസ്റ്റ് കീ ടോഗിൾ അനിമേഷൻ എന്ന് കാണിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിൽ മാറും. സോ കീ അനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊസിഷൻ ചെറിയൊരു ഡിഫറൻസ് വയ്ക്കുക. അതിൻ്റെ എൻഡിൽ, വീഡിയോൻ്റെ എൻഡിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഏത് വരെയാണോ അനിമേഷൻ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതാണ്ടോ, ഇങ്ങനെ കീ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അനിമേറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ കീ ഫ്രെയിം വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നും നമുക്കിതിൽ അനിമേറ്റ് ചെയ്യിപ്പിക്കാം.
കണ്ടോ, നമുക്ക് ചെറിയ തോതിൽ അതിനൊരു മോഷൻ ആഡായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് ഓഡിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. ആഡിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫൈനലോട്ട് എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രാഫിക് ഡിസൈൻ നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്ത് ചെറിയൊരു ആഡ് എങ്ങനെയാണ് മോഷൻ ആഡാക്കി മാറ്റുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകളും കൂടുതൽ ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. താങ്ക് യു.